ഹലോ നമസ്കാരം. ഞാനിന്നൊരു ചെമ്മീൻ റോസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഒരു 1/4 കിലോ ചെമ്മീനാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, കുറച്ച് വേപ്പില, പിന്നെ ഒരു 4 പച്ചമുളക്, 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചതാണിത്. പിന്നെ ആവശ്യമുള്ളത് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഈ ടീസ്പൂൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മല്ലിപ്പൊടി എടുത്ത സ്പൂൺ ഇതാണ്. മുളക് പൊടീൻ്റെ സ്പൂൺ ഇതാണ്, കാരണം മുളക് പൊടി കുറച്ച് മതി. ഇതൊരു പച്ച മസാല വെക്കണ ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ചട്ടി വെച്ച് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതൊരു 1/4 കിലോ ചെമ്മീത്തിൻ്റെ ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് കൂടുതൽ ചെമ്മീനുണ്ടെങ്കിൽ സവാള ഇതൊക്കെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇതൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ചെമ്മീൻ കറി. ചെമ്മീൻ റോസ്റ്റാണ്, കറിയല്ല. ഇത് അത്യാവശ്യം ഒന്ന് മൊരിയണം. വേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കാൻ തക്കാളി ഇട്ട് കൊടുക്കുക. ഇതൊന്നും വലുതായിട്ട് വാടണ്ട. വേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കാൻ തക്കാളി ഇട്ട് കൊടുക്കുക. ഇതൊന്നും വലുതായിട്ട് വാടണ്ട കേട്ടോ. ഗോൾഡൻ കളർ പോലെ ഒന്നും ആകണ്ട. ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് വെച്ചാൽ ഒന്ന് വാടിയാൽ മതി. ഒരു 2 മിനിറ്റ് മതി, വാടിയാൽ മതി. അധികം വാടണ്ട. നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ ഒറ്റക്കൈ കൊണ്ടിട്ട് ഇങ്ങനെ പിടിച്ചിളക്കുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ. കുറച്ച് ഉപ്പ്. നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്ത് ജസ്റ്റ് തീയൊന്ന് കുറച്ച് വെക്കണേ. എന്നിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഇളക്കി ഞാൻ നല്ലപോലെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കിത് അടച്ച് വെക്കാം. ചെറിയ തീയിൽ തന്നെ ഇടണം കേട്ടോ. ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടാ. നമുക്ക് ചെമ്മീത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം എന്തായിരുന്നു. നല്ലപോലെയൊക്കെ എണ്ണ തെളിഞ്ഞ്, ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം കേട്ടോ ഇടാനായിട്ട്. കണ്ടോ, ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. കണ്ടേ, നമ്മൾ ചെമ്മീൻ വറ്റി.
ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചെമ്മീൻ കറി. പനിയായിരുന്നു, അതാണ് ഈ ഇടക്ക് ജലദോഷത്തിന്, അതുകൊണ്ടിട്ടാണ് ആ വീഡിയോയിൽ അങ്ങനെ ഒരു ഇത് വന്നത്. പനിയും ജലദോഷമൊക്കെ. മഴയല്ലേ, ഇവിടെ മഴയുണ്ടായിരുന്നു രാവിലെ മുതൽ, ഇങ്ങനെ ചാറി ചാറി നിൽക്കണേണ് മഴ. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചാൽ മതി. എണ്ണയൊക്കെ തെളിഞ്ഞ് ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഇങ്ങനെ ചെമ്മീൻ കറി.